പ്രതിപക്ഷ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിൽ ബിജെപി പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്ത മോദി സിഎഎ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഇന്ത്യയിൽ അഭയം തേടിയവരെ കോൺഗ്രസ് അവഗണിച്ചു എന്നും മോദി വിമർശിച്ചു. मजबूरन मुसीबत के मारे भारत मां की कोख में आकर के शरण लिया, लेकिन कांग्रेस ने इनकी कभी सूध नहीं ली. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും. വിഷ്ണു, വർഗീയത പറയുന്നത് തുടരുകയാണ് പ്രധാനമന്ത്രി, വിദ്വേഷം വിളമ്പുകയാണ് ഓരോ പ്രസംഗത്തിലും. ഇന്ന് ഉത്തർപ്രദേശിലെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? വിനിഷ, കഴിഞ്ഞ ദിവസമാണ് നിരവധി ആളുകൾക്ക്, അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന ഒരു നടപടിയിലേക്ക്, പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സിഎഎ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന തലത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വെല്ലുവിളിയും വിദ്വേഷം നിറഞ്ഞ പ്രസംഗവും തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. സിഎഎ നടപ്പാക്കുമെന്ന് പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടി. അതിന് ഉദാഹരണമാണ് സിഎഎ നടപ്പാക്കിയത്. ഇനി പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും സിഎഎ റദ്ദാക്കാൻ കഴിയുമോ, അത്തരത്തിലൊരു വെല്ലുവിളി, റദ്ദാക്കുമോ എന്നൊരു വെല്ലുവിളി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് കോൺഗ്രസ് എപ്പോഴും ഈ അഭയാർത്ഥികളെ അവഗണിക്കുന്ന സമീപനമാണ് നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം അവരുടെ വോട്ട് ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് എന്നതാണ്. അതായത് മുസ്ലിം വിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. എന്തായാലും സിഎഎ ഉയർത്തിയുള്ള ഒരു വർഗീയ പ്രചരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. വിനിഷ.